ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ IEDയുടെ അതായത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. പോവർട്ടി 4th ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് പോവർട്ടി എന്ന് ചോദിച്ചാൽ നമുക്കൊരു ആൻസർ ഉണ്ട്. അത് ദാരിദ്ര്യമാണ് അല്ലെ. ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം. അപ്പൊ എന്താണ് ദാരിദ്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് പലതരത്തിലുള്ള ഡെഫിനിഷൻസ് പോവർട്ടിക്ക് അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോവർട്ടി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇന്ത്യയിലെ പോവർട്ടി എങ്ങനെയാണ്, ഇനി പോവർട്ടി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പം ഒരു രാജ്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിലെ ആൾക്കാർക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പോവർട്ടി ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഗവൺമെന്റിന്റെ ഒരു ചുമതലയാണ് അല്ലെ. അവിടുത്തെ ഗവൺമെന്റിന്റെ ചുമതലയാണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യ 1947 ഡെവലപ്പ് ആയി ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, ആൾക്കാർക്ക് മിനിമം അവർക്ക് ജീവിച്ചു പോകാനുള്ള ഒന്നും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതായത് ജനങ്ങളുടെ കയ്യിൽ അവർക്ക് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇല്ലായിരുന്നു. രണ്ടാമത്തത് ഭയങ്കര പോവർട്ടി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയപ്പോൾ ഉണ്ടായിരുന്നത്. ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു വാങ്ങില്ല. രണ്ടാമത്തത് പോവർട്ടി ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് 1951 അല്ലെ ഭക്ഷ്യസുരക്ഷയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് 1951 നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ഫോം ചെയ്യുന്നത്, 5 ഇയർ പ്ലാൻസ് അഥവാ നമ്മൾ പറയുന്ന പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്നത് അല്ലെ. 5 ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോ ഈ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള, അതിന് നമ്മളൊരു പേര് പറയും അന്ത്യോദയ അല്ലെ. അതായത് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ആളെ വരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ 5 ഇയർ പ്ലാൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. 5 ഇയർ പ്ലാൻസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യുക, പോവർട്ടി അഡ്രസ് ചെയ്യുക, അതായത് ദാരിദ്ര്യത്തെ അവർക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റണം, അതുപോലെ ആൾക്കാർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റണം എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പ്രധാനമായിട്ടും 2-3 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 1947 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെ, നമ്മുടെ ഭരണഘടനാ അസംബ്ലി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞ എന്താന്ന് വെച്ചാല്, നമ്മുടെ രാജ്യത്തിന് കുറെ അവസരങ്ങൾ കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടില് അന്ന് ഒരുപാട് പാൻഡമിക്കുകൾ, ഡിസീസുകൾ അല്ലെ, ഒരുപാട് പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറ്റാനും അതുപോലെ തന്നെ അസമത്വങ്ങൾ ഒഴിവാക്കാനും ദാരിദ്ര്യം ഇല്ലാതാക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ പോവർട്ടി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പോവർട്ടി ഉണ്ടായിരുന്ന രാജ്യത്ത് അത് മാറ്റാനുള്ള ഒരു അവസരം നമുക്ക് വീണ് കിട്ടിയിരിക്കുകയാണെന്നാണ് ആര് പറഞ്ഞത്, ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അപ്പൊ എത്രമാത്രം ഇന്ത്യയിൽ ആ ഒരു പോവർട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പോവർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് എന്തുമാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല അതൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി മാത്രമല്ല പോവർട്ടി. ഇപ്പൊ നിങ്ങൾ മേ ബി സൊമാലിയ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സൊമാലിയ, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് പട്ടിണി എന്നൊക്കെ പറയുമ്പോൾ തന്നെ സൊമാലിയ പോലത്തുള്ള രാജ്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പൊ പോവർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രം കാണപ്പെടുന്ന ഒരു അവസ്ഥയല്ല. നമ്മുടെ ലോകത്ത് ഏകദേശം 1, അതായത് 1/5, 5-1 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ, അതായത് 5 പേരിൽ ഒരാൾക്ക് എന്താണ്, ഒരാളും നമ്മുടെ ലോകത്ത് തന്നെ പാവപ്പെട്ടവരാണ്. ഓക്കെ, അപ്പൊ അതിൽ ഈ പറയുന്ന 1/5 ഓഫ് ദ വേൾഡ്സ് പുവർ എവിടെയാണ് ജീവിക്കുന്നത്, ഇന്ത്യയിലാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ലോകത്തിന്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5-1 എന്നുള്ള കണക്കില് എന്താണ്, 5-1 ആരായിരിക്കും, ഇന്ത്യക്കാരനായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ലോകത്തിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 300 മില്യൺ ആൾക്കാരാണ് അവരുടെ ബേസിക് നീഡ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ ദാരിദ്ര്യത്തിൽ കിടന്നു ഉഴലുന്നത്. ഓക്കെ, ഏകദേശം 300 മില്യൺ ആൾക്കാർ നമ്മുടെ ലോകത്ത് മൊത്തം എടുത്തു കഴിഞ്ഞാലുണ്ട്. ഇനി ലോകത്തെ കണക്കെടുക്കുമ്പോൾ 5 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ആരായിരിക്കും, ഇന്ത്യക്കാരനാണെന്നാണ് പറയുന്നത്. ദരിദ്രനാണ്, അയാൾ ഇന്ത്യൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ
ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഇവിടെ നമുക്ക് എക്സാമിനൊന്നും ചോദിക്കില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് കയറാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ദാരിദ്ര്യത്തിന് നമുക്ക് പല പല ഘട്ടങ്ങളുണ്ട്. ഓക്കെ, അതായത് ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് ഈ പോവർട്ടി എന്ന് പറയുന്ന സാധനം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പക്ക ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞത് ഈ പോവർട്ടി ദാരിദ്ര്യത്തിന് പല ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പം ഇന്ത്യയിലെ ദാരിദ്ര്യം ആയിരിക്കില്ല അമേരിക്കയിലെ ദാരിദ്ര്യം, അല്ല അമേരിക്കയിലെ ദാരിദ്ര്യം ആയിരിക്കില്ല സൊമാലിയയിലെ ദാരിദ്ര്യം. അപ്പൊ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് ഈ പോവർട്ടി എന്ന് പറയുന്ന സംഭവം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ പോവർട്ടി എന്തായാലും ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അല്ലെ. പോവർട്ടി നമ്മളെല്ലാവരും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒന്നാണ് ഈ പോവർട്ടി, ദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നവംബർ 1 നമ്മുടെ കേരളം എന്തായി? നവംബർ 1 അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് മാറി അല്ലെ. നവംബർ 1 എക്സ്ട്രീം പോവർട്ടിയിൽ നിന്ന് നമ്മൾ കരകയറി. പക്ഷെ പോവർട്ടി ഇപ്പോഴും ഉണ്ട് അല്ലെ, പോവർട്ടി ഇപ്പോഴും ഉണ്ട്. അപ്പൊ പോവർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അതായത് ഒരു രാജ്യം വികസിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ദാരിദ്ര്യം പുറത്തു പോകണം. ഓക്കെ, അതായത് നമ്മൾ വിചാരിക്കും ഈ പറയുന്ന പോലെ പാവപ്പെട്ടവർ മാത്രം വിചാരിച്ചാൽ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തെത്താമെന്ന്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. സമ്പത്തുള്ളവരും പാവപ്പെട്ടവരും എല്ലാം കൂടെ വിചാരിച്ചാൽ മാത്രമേ ഒരു പാവപ്പെട്ടവന് ആവശ്യത്തിന് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും കിടക്കാനുള്ളതും ഈ പറയുന്ന പോലെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ കിട്ടത്തുള്ളൂ അല്ലെ. ഇനി അത് മാത്രമാണോ നമ്മൾ ഈ പറയുന്ന ആരോഗ്യം വിദ്യാഭ്യാസവും കിടക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ദാരിദ്ര്യം പോയി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് വയലൻസുകൾ ഉണ്ടാവുന്നുണ്ട്, പ്രതിരോധങ്ങൾ, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കൂടെയാണ് നമ്മൾ പോവർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പോവർട്ടിക്ക് പല മാനങ്ങളുണ്ട്, പല ഡൈമെൻഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സോഷ്യലി മാത്രം പറയുന്ന, എക്കണോമിക്കലി മാത്രം പറയുന്ന അല്ല ഇപ്പൊ പോവർട്ടി. അതിപ്പം നമുക്കിപ്പം എന്താണ് ജെൻഡർ ഇക്വാളിറ്റിയുടെ കേസിൽ പറയുന്നതും ഒക്കെ നമുക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ പോവർട്ടിക്ക് പല ഫേസുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഓരോ രാജ്യത്തും അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ പോവർട്ടി ഒഴിവാക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ പോവർട്ടി ഒഴിവാക്കാൻ എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ പോവർട്ടി നമുക്ക് മെഷർ ചെയ്യണം, നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ പോവർട്ടി എന്ന് പറയുമ്പോൾ അതിന് പല മാനങ്ങളുണ്ട്, ഡൈമെൻഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തെ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അയാളുടെ ദാരിദ്ര്യം നിർണ്ണയിക്കാം. അതല്ല അയാൾ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെ, എത്രമാത്രം ഉപഭോഗം ചെയ്യുന്നുണ്ടെന്നനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ പോലത്തുള്ള കാര്യങ്ങൾ വെച്ച് നോക്കാം. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും റിസ്കിന് അയാൾ എത്രമാത്രം ഇഴകി ചേർന്നിരിക്കുകയാണ് അതിനെ അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് വെച്ച് നോക്കാം. അപ്പൊ പല രീതിയിൽ അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യലി എക്കണോമിക്കലി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോവർട്ടി അളക്കാനായിട്ട് പറ്റും അല്ലെ. സോഷ്യലി എക്കണോമിക്കലി അതുപോലെ തന്നെ എന്തെങ്കിലും ഡിസാസ്റ്റർ ദുരന്തങ്ങൾ വരത്തില്ലേ, അപ്പൊ ഇങ്ങനത്തുള്ള പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, ഇതിന്റെ എല്ലാം ബേസിൽ നമുക്ക് പോവർട്ടി അഥവാ നമ്മൾ പുവർ എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പോർഷൻസിലേക്ക് കയറാം. അപ്പൊ ഇത്രയും പറഞ്ഞെടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തായാലും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി തൊട്ടുള്ള കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഹു ആർ ദ പുവർ, ആരാണ് ദരിദ്രർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ചന്തയിലൊക്കെ ഒരു മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും അല്ലെ. ആരെയൊക്കെ കാണാം, ഒരുപാട് വഴിയിലൊക്കെ ഇങ്ങനെ ഉന്തുവണ്ടിയൊക്കെ തള്ളി നടക്കുന്ന എന്താണ് ഈ പറയുന്ന പോലെ കച്ചവടക്കാരെ കാണാം. അതുപോലെ തന്നെ സൈഡിൽ ഇരുന്ന് ചെരുപ്പ് കൂത്തുന്ന കോബ്ലേഴ്സിനെ കാണാം അല്ലെ, പൂ വിൽക്കുന്ന പെൺകുട്ടികളെ കാണാം. അങ്ങനത്തുള്ള ഒരുപാട് ഇപ്പം നമ്മുടെ ചാക്കെടുക്കാൻ വരുന്ന ആൾക്കാർ, ആക്രി പറക്കാൻ നടക്കുന്നവര്, ഭിക്ഷക്കാര്, ഇങ്ങനത്തുള്ള പല ആൾക്കാരെയും നമുക്ക് ഈ പറയുന്ന പോലെ അർബൻ ഏരിയാസിലൊക്കെ കാണാനായിട്ട് പറ്റും അല്ലെ. മാർക്കറ്റ് അങ്ങനത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബേസിക് ഒരു ധാരണ കിട്ടും. ഓക്കെ, ഇവരുടെ കയ്യിൽ വലിയ പൈസയില്ല, അന്നന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിയാണ് അവർ കൊച്ചു കൊച്ചു ജോലികളൊക്കെ ചെയ്ത് നടക്കുന്നതെന്നുള്ള ഒരു കോമൺ സെൻസിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പോ പാവപ്പെട്ടവരല്ലേ ദരിദ്രരെന്ന് പറയുമ്പോൾ എന്താണ്, അവർ ആക്ച്വലി അവരുടെ കയ്യിൽ അസറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, അതായത് അവർക്ക് ആസ്തികളൊന്നും ഉണ്ടായിരിക്കത്തില്ല. സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ തന്നെ ഭാഗ്യം അല്ലെ. സ്വന്തമായിട്ട് വീടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ വളരെ കൊച്ചു വീടായിരിക്കും. നമ്മൾ അതിനെ കുടിലെന്നൊക്കെ പറയത്തില്ലേ മലയാളത്തില്, ഇങ്ങനെ കുടിലൊക്കെ ആയിരിക്കും അവർ താമസിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ വലിയൊരു ചേരിയാണ് ധാരാവി എന്ന് പറയുന്നത്. ഈ ധാരാവിയിൽ പോയി കഴിഞ്ഞാൽ ധാരാവിയുടെ പിക്ചറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മുംബൈയിലാണ്
അല്ലെ? ഏതൊരു സിനിമയ്ക്കകത്ത് ജഗതി വരത്തില്ല, ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോന്ന്. അപ്പം ധാരാവി എന്ന് പറയുമ്പോൾ അത് സ്ലം ഏരിയ ആണ്. അതായത് സ്ലം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണല്ലോ വഴിയൊക്കെ, ബാക്കി ഫുൾ ഇവിടെ സൈഡ് ഒരു പ്രൈവസി ഇല്ലാത്ത രീതിയിൽ വീടുകളാണ്. ഓക്കെ, ആ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഒരു 10-16 പേര് താമസിച്ചാലും അവർക്ക് ഉപയോഗിക്കാൻ ഒരു ബാത്റൂമും കഷ്ടിച്ച് കിടന്നുറങ്ങാനുള്ള കുറച്ച് സ്ഥലവും അതുപോലെ തന്നെ ഒരു ഈ കിച്ചണൊക്കെ ഹോളിൽ തന്നെ ആയിരിക്കും, കിടന്നുറങ്ങുന്നതിൻ്റെ അകത്ത് കീഴിൽ തന്നെ ആയിരിക്കും കിച്ചണൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ധാരാവിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ വരാറുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ധാരാവി എന്ന് പറയുന്നത് ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതായത് പൂറായിട്ടുള്ള ആൾക്കാരാണോ അവിടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന യാതൊരു സൗകര്യങ്ങളും ഇല്ല. ബേസിക് നീഡ്സ് എന്ന് പറയുന്ന സാധനം അവർക്കില്ല. അപ്പൊ അതിൽ തന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്തില്ല, സ്വന്തമായിട്ട് വീടും ഇല്ല, ഡ്വെല്ലിങ്സ് സ്വന്തമായിട്ട് വീടും ഇല്ല. ഓക്കെ, ഇനി നമ്മൾ റൂറൽ ഏരിയാസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് മിക്കവാറും ആൾക്കാർക്ക് എന്തോ ഉണ്ടാവത്തില്ല, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അർബൻ ഏരിയാസിലെ കേസ് നമ്മൾ പറഞ്ഞു. അർബൻ ഏരിയാസിൽ ആൾക്കാർ എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കും, പക്ഷെ അവർക്ക് ഈ പറയുന്ന പോലെ വീടൊക്കെ ഇങ്ങനെ ആയിരിക്കും. അതായത് നമ്മുടെ കട്ട വെച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഈ പറയുന്ന മുള വെച്ചുണ്ടാക്കിയ തടി വെച്ചുണ്ടാക്കിയ വീടുകളൊക്കെ ആയിരിക്കും. ഇനി അടുത്ത റൂറൽ ഏരിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അവിടെയുള്ള ആൾക്കാർ എന്തായിരിക്കും, ഈ പറയുന്ന പോലെ ലാൻഡ്ലെസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ലാൻഡ്ലെസ് ആയിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് എന്ത് ഉണ്ടാവില്ല, ഭൂമി ഉണ്ടാവില്ല. ഓക്കെ, ഇനി അവർക്ക് ഭൂമി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഈ പറയുന്ന പോലെ തരിശു ഭൂമിയായിരിക്കും. ഓക്കെ, തരിശു ഭൂമിയായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിൽ തന്നെ പല ആൾക്കാർക്കും ദിവസം 2 നേരം പോലും ഭക്ഷണം കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ അതിനെയൊക്കെയാണല്ലോ നമ്മൾ ഈ പോവർട്ടി അഥവാ പുവർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഈവൻ ഭക്ഷണം ഉണ്ടാവത്തില്ല. ഇനി ലാൻഡ് ഉണ്ട്, പക്ഷെ ആ ലാൻഡ് എന്നാണ് കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാനോ ഒന്നും സാധിക്കത്തില്ല. ഓക്കെ, അപ്പോ ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ വിശപ്പായിരിക്കും, അല്ലെ? ഒരു പുവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അയാൾക്ക് കഴിക്കാൻ എന്തുണ്ടാവത്തില്ല, ആഹാരം ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. പിന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം പറയുന്നത്, അല്ലെ? അതായത് പിന്നെ വിദ്യാഭ്യാസം ഉണ്ടാവത്തില്ല. അതായത് വിദ്യാഭ്യാസം എന്നുള്ളതല്ല, ബേസിക് ലിറ്ററസി. അതായത് ഒരു പാരഗ്രാഫ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബേസിക് ആയിട്ട് വായിക്കാനോ എഴുതാനോ മനസ്സിലാക്കാനോ ഉള്ള ടാലന്റ് പോലും അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ലിമിറ്റഡ് എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതായത് സാമ്പത്തികമായിട്ട് അവസരങ്ങൾ എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അൺസ്റ്റേബിൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും, അല്ലെ? ഇപ്പം നിങ്ങളൊന്ന് നോക്കിക്കുക, ഒരു കോബ്ലർ, ഒരു ചെരുപ്പൂത്തി, ഈ ചെരുപ്പൂത്തി ചെയ്യുന്ന ജോലി എന്ന് പറയുന്ന ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന അല്ലെങ്കിൽ പുള്ളിക്ക് നല്ല ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ പുള്ളി അതൊരു അൺസ്റ്റേബിൾ എംപ്ലോയ്മെന്റ് ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ഇവിടെ ജോലി ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നാളെ വേറൊരിടത്ത് ജോലി ചെയ്യേണ്ടി വരും. ഒരു ദിവസം നല്ല കച്ചവടം ഉണ്ടായിരിക്കും, അടുത്ത ദിവസം കച്ചവടം കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പൊ അത് സ്റ്റേബിൾ അല്ല, അത് സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ജോലിയല്ല, അല്ലെ? ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ജോലിയുടെയൊക്കെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പറയുന്നത് അത് സ്ഥിരമാണ്, അല്ലെ? നമ്മൾ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും. അപ്പം ഇപ്പൊ കോവിഡ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോവാതിരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ പോലും അവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പോഷകാഹാരക്കുറവാണ്, അതും ഈ പറയുന്നത് പോലെ പോവർട്ടിയുടെ മറ്റൊരു ഫീച്ചറാണ്. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും, ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് പുവർ. ഇപ്പൊ ഒരാൾ പാവപ്പെട്ടവനാണെന്ന് പറയുന്നതിന്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ പറയാനായിട്ട് പറ്റും കേട്ടോ. ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റും സ്റ്റാർവേഷൻ ആൻഡ് ഹങ്കർ. രണ്ടാമത്തത് ലിറ്ററസി റേറ്റ്സ്, സ്കില്ലുകളൊക്കെ കുറവായിരിക്കും, എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്, അൺസ്റ്റേബിൾ എംപ്ലോയ്മെന്റ് ആയിരിക്കും, മാൽന്യൂട്രീഷൻ ഉണ്ടായിരിക്കും. ഇനി ഹെൽത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, നല്ല ആഹാരം കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ആരോഗ്യം കുറയും, ഡിസബിലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ വലിയ വലിയ അസുഖങ്ങൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർ ഫിസിക്കലി വീക്ക് ആവും, അല്ലെ? അവർക്ക് ശാരീരികമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുവർ എന്ന് പറയുന്ന അല്ലെ പോവർട്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണ എന്തായിരിക്കും, ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും, അല്ലെ? അതായത് മണി ലെൻഡേഴ്സ്, പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും. ഈ കടം വാങ്ങുമ്പോൾ ഇവർ പാവത്തുങ്ങളായതുകൊണ്ട് തന്നെ ഇവരെ എന്ത് ചെയ്യും, ഇവരുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള പലിശ നിരക്ക്, അല്ലാതെ അത് നമ്മൾ പറയുന്ന പലിശ ഭയങ്കരമായിട്ട് ഈടാക്കും. ഓക്കെ, പലിശ ഈടാക്കും. അപ്പൊ ഈ പലിശ ഈടാക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള വാങ്ങ് ഇവർക്ക് ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇൻഡെപ്റ്റഡ്നെസ്സിലേക്ക് പോകുന്നത്, അഥവാ നമ്മൾ പറയുന്ന കടക്കെണിയിലേക്ക് പോകുന്നത്. ഡെറ്റ് ട്രാപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡെറ്റ് ട്രാപ്പ് അതായത് ഈ കർഷകർ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ മിക്കവാറും എല്ലാ കർഷകർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ കടക്കെണി. പിന്നെ ലാസ്റ്റ് അവരെന്ത് ചെയ്യും, സൂയിസൈഡ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഇതിനൊക്കെ ഇവർ ഭയങ്കര വൾണറബിൾ ആണ്. അതായത് ഇതൊക്കെ സംഭവിക്കാൻ അവർക്ക് സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവരിപ്പോ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയെങ്കിൽ തന്നെ ആ ജോലിയിൽ ഇപ്പം സത്യത്തിലുള്ള വില ഒരു 300 രൂപയൊക്കെ കിട്ടേണ്ട ജോലിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തേ കൊടുക്കത്തുള്ളൂ, 100 രൂപയൊക്കെ കൊടുക്കുള്ളൂ. ഇപ്പൊ ജോലിക്കാരൻ ഇവർക്ക് ജോലി എടുക്കുന്ന ആള് ഇവർക്ക് എന്തേ കൊടുക്കത്തുള്ളൂ, 100 രൂപയെ കൊടുക്കത്തുള്ളൂ.
ഓക്കെ. പക്ഷേ ഇവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന ജോലിക്കാരനോട് പറഞ്ഞ് ആ ഒരു 100 എന്ന് പറയുന്നത് 300 ആക്കാനുള്ള കഴിവുണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പം ജോലിക്കാരൻ പറയുകയാണെങ്കിൽ നീ പൊക്കെ വേറെ ആൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ 100 നഷ്ടപ്പെടും. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ ഈ 100 രൂപയ്ക്കാണെങ്കിലും പണി ചെയ്യാൻ ഓക്കെ ആയിരിക്കും. ഓക്കെ. പിന്നെ അടുത്തൊരു പ്രശ്നമാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല, അല്ലെ? ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട അവർ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എന്തായിരിക്കും, വിറകൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൗഡങ്ങിന്റെ കേക്ക് ഉണ്ട്, അല്ലെ? അതായത് നമ്മൾ ചാണകം ഇങ്ങനെ ഉണക്കി സൂക്ഷിച്ചിട്ട് അത് വെച്ച് കത്തിക്കുന്ന ഒരു രീതിയുണ്ട്, കൗഡങ് കേക്ക് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ കുടിക്കാൻ നല്ല വെള്ളമോ ഒന്നും ഉണ്ടാവത്തില്ല. വെള്ളം ഉണ്ടായിരിക്കും, പക്ഷെ അത് എത്രമാത്രം സേഫ് ആണെന്നുള്ള കാര്യം മറ്റൊരു ചോദ്യമാണ്. അപ്പം ഇവർ പലിശക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുന്നു, കടക്കണിയിലേക്ക് പോകുന്നു. അതുപോലെ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കൂലി കിട്ടത്തില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കുക്കിംഗ് ഫ്യൂവൽ ഇല്ല, പിന്നെ നല്ല വെള്ളവും കുടിക്കാനില്ല. അപ്പൊ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. പിന്നെ പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതായത് ജെൻഡർ ഇനീക്വാളിറ്റിയാണ്. ജെൻഡർ ഇനീക്വാളിറ്റി ഭയങ്കര കൂടുതലാണ്, അല്ലെ? ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ഒരു മെയിൽ ഉണ്ട്, ഒരു ഫീമെയിൽ ഉണ്ട്. ഓക്കെ, ഒരു മെയിൽ ഉണ്ട്, ഒരു ഫീമെയിൽ ഉണ്ട്. ഇവരിൽ ആർക്കായിരിക്കും എളുപ്പത്തിൽ ജോലി കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പറയും മെയിലിനായിരിക്കും, അല്ലെ? ഇപ്പം ഒരേ വിദ്യാഭ്യാസം അല്ലെ ഒരേ ജോലി ചെയ്യാൻ സാധ്യതയുള്ള ഒരു മെയിലും ഫീമെയിലും ഈ ലേബർ മാർക്കറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൽ ജോലി കിട്ടാൻ പിന്നെയും സാധ്യത കൂടുതൽ മെയിലിനായിരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള ജെൻഡർ ഇനീക്വാളിറ്റിയാണ്. ഓക്കെ, ജെൻഡർ ഇനീക്വാളിറ്റി, ലിംഗ അസമത്വം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ വിമനെ പോവർട്ടി എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം എഴുതാൻ പറ്റുന്ന പോയിന്റ് ആണ് ഇത് കേട്ടോ. വിമനെ എങ്ങനെ ഇത് അഫക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അപ്പോ പാവപ്പെട്ട അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ വേണ്ട പരിചരണമൊക്കെ കിട്ടുന്നത് ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നത് പോലെ ഒരിക്കലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് അത്രയും ഒരു പരിഗണന കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കുഞ്ഞിനും എന്തായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും, അല്ലെ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പൊ എക്കണോമിസ്റ്റുകൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോവർട്ടി നമ്മൾ അളക്കുന്നത് ഒരാളുടെ ഒക്കുപേഷൻ, അതായത് അയാളുടെ ജോലി, അതുപോലെ തന്നെ അയാൾക്കുള്ള ആസ്തിയും അനുസരിച്ചിട്ടാണ്, അയാൾക്ക് എന്തൊക്കെ സ്വന്തമായിട്ട് ഉണ്ടെന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ സ്ത്രീകളെ ഇത് അഫക്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതായത് എക്സ്ട്രീം ജെൻഡർ ഇനീക്വാളിറ്റി, അതായത് ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് പോകുമ്പോൾ അവിടെയൊക്കെ ലിംഗ അസമത്വം സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു മാതൃത്വ സമയത്ത് അവർക്ക് വേണ്ട പരിചരണങ്ങൾ കിട്ടുന്നില്ല, കുഞ്ഞിനെ അത് അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അതായത് ഈ കുഞ്ഞുങ്ങൾ ഇപ്പൊ ജനിക്കുമ്പോൾ തന്നെ മാൽന്യൂട്രീഷൻ പോലെ, പോഷകാഹാരക്കുറവ് പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്ന ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമാർക്ക് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ വേണ്ട പരിചരണം കിട്ടാത്തതാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അർബൻ ഏരിയാസിലെ കേസ് എടുക്കുമ്പോൾ അവിടെ കൂടുതൽ കാഷ്വൽ ലേബറേഴ്സും സംഭവങ്ങളും ഒക്കെയാണ് വരുന്നതെങ്കിൽ, നമ്മുടെ റൂറൽ ഏരിയാസിൽ നോക്കുവാണെങ്കിൽ കൂടുതലും ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ലാൻഡ് സ്വന്തമായിട്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, അല്ലെ? അതായത് അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, കാർഷിക തൊഴിലാളികളൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കർഷകർക്ക് തന്നെ വളരെ കുറച്ച് മാത്രമേ ലാൻഡ് ഉണ്ടാവത്തുള്ളൂ, അല്ലെ? സ്വന്തമായിട്ട് വളരെ കുറച്ച് മാത്രമേ ലാൻഡ് ഉണ്ടാവുള്ളൂ. അല്ലെ ചില ആൾക്കാർക്കാണെങ്കിൽ ലാൻഡേ ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇവർ അഗ്രികൾച്ചർ മാത്രമായിരിക്കും ഇവിടെ ചെയ്യുന്നത്? അഗ്രികൾച്ചർ മാത്രമായിരിക്കുമോ? അല്ല, അഗ്രികൾച്ചർ മാത്രമല്ല, അവർ മറ്റ് പല ജോലികളും ചെയ്യാൻ പോകും. കാരണം അവർക്കറിയാം അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഒരു സീസണൽ എംപ്ലോയ്മെന്റ് ആണ്, അല്ലെ? ഓരോ സീസണിൽ മാത്രം കൃഷി ചെയ്ത് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും അഗ്രികൾച്ചർ അവിടെ വരില്ല. അപ്പൊ ആ അഗ്രികൾച്ചർ മാത്രം ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊന്നും കിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, നോൺ അഗ്രികൾച്ചർ ആയിട്ടുള്ള, അതായത് ഈ പറയുന്ന കൃഷി സംബന്ധമായിട്ട് അല്ലാത്തുള്ള ചെറിയ ചെറിയ ജോലികൾക്കും എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന സമയങ്ങളിൽ പോവാറുണ്ട്. അപ്പൊ റൂറലിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ. ഇനി അർബൻ പുവർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർ എങ്ങോട്ടേക്ക് വരും, മിക്കവാറും അവര് നാട്ടു ജോലിയൊന്നും കിട്ടാതെ വരുമ്പോൾ ഈ അർബൻ ഏരിയാസിലേക്ക് പോകും. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ റൂറൽ ഏരിയാസിൽ കൂടുതലും കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ കൃഷി സംബന്ധമായിരിക്കും. അർബൻ ഏരിയാസിൽ ചെന്നാൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, വേറെ ജോലികൾ കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ റൂറലിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് പോകും, വേറെ ജോലിക്ക് വേണ്ടിയിട്ട് അർബൻ ഏരിയാസിലേക്ക് പോകും. അപ്പൊ അവിടെ അവർക്ക് വന്നു കഴിഞ്ഞാൽ പലതരം ജോലികൾ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യാം, തെരുവോര കച്ചവടങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ അവർക്ക് സാധിക്കുന്നത് ഈ അർബൻ ഏരിയാസിലാണ്. സോ അതുകൊണ്ട് തന്നെ റൂറലിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ.
അപ്പൊ ഇതാണ് പൂവർ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ പൂവർ ആരാണെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെ നമുക്ക് പൂവർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ പൂവർ പീപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പൂവർ ആരാണെന്ന് പറഞ്ഞു, ഇനി നമുക്ക് എങ്ങനെ അവരെ ഐഡന്റിഫൈ ചെയ്യാം? ഓക്കെ, അപ്പോ ഇന്ത്യയിൽ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അതായത് നമ്മൾ പോവർട്ടിയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പോവർട്ടിയിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാനുള്ള സ്കീമുകൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോവർട്ടി എന്ന് പറയുന്ന പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, എങ്ങനെയാണ് പോവർട്ടി ഉണ്ടാവുന്നതെന്ന് നമ്മൾ അറിയണം. രണ്ട്, അവരെ പുറത്തെത്തിക്കാൻ, പോവർട്ടിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ട സ്കീമുകൾ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോ അതിനു മുമ്പ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആരാണ് ഈ പൂവർ അല്ലെ? അപ്പൊ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഒരു സ്കീമുകൾ അല്ലെ ഈ പറയുന്ന പോലെ പോവർട്ടി എലിവേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് അവർ ഗവൺമെന്റ് തീരുമാനിക്കണം ആരാണ് ഈ പൂവർ, ഹൂ ദ പൂവർ ആർ. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പോവർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്രൈറ്റീരിയകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പൂവറിനെ സെലക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ആരെയാണ് നമ്മൾ ഈ പൂവർ എന്ന് പറയുന്നത്, അത് അവര് പൂവർ ആവാനുള്ള കാരണം എന്താണ്, അവർക്ക് വേണ്ട സ്കീമുകൾ ഗവൺമെന്റ് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് MCQ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയല്ലേ, 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. ഈ 47 ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപ് നമ്മുടെ ദാദാഭായ് നവറോജി അല്ലെ, ഫാദർ ഓഫ് ഇന്ത്യൻ എക്കണോമിക്സ് ആണ് ദാദാഭായ് നവറോജി. അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് പോവർട്ടി ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആദ്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്, പോവർട്ടി ലൈനെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ദാദാഭായ് നവറോജി. അപ്പൊ എങ്ങനെയാണ് പുള്ളി ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജയിലുണ്ടല്ലോ, ജയിലിൽ കിടക്കുന്ന ഒരു തടവ് പുള്ളി, ഒരു പ്രിസണർ. അപ്പൊ ആ പുള്ളിക്ക് ഒരു ദിവസം ജീവിക്കാൻ വേണ്ട പൈസ എത്രയാണ്, അയാൾക്ക് ആഹാരം കഴിച്ചു പോകാൻ, അയാൾക്ക് മിനിമം നീഡ്സിൽ ജീവിക്കാൻ വേണ്ട പൈസ എത്രയാണെന്ന് അളന്ന് തിട്ടപ്പെടുത്തി അതിനെ ബേസ് ചെയ്തൊരു പോവർട്ടി ലൈൻ വേണമെന്നാണ് ദാദാഭായ് നവറോജി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് അദ്ദേഹം ഒരു പേര് കൊടുത്തതാണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. എന്താണ്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പൊ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കൊണ്ടുവന്ന ആരാന്നായിരിക്കും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയണം ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ ജയിലിൽ കൂടുതലും 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും താമസിക്കുന്നത് അല്ലെ, അഡൾട്ടുകളായിരിക്കും എവിടെ താമസിക്കുന്നത്, ജയിലിനകത്ത് താമസിക്കുന്നത്. പക്ഷെ നമ്മളൊരു സമൂഹം എടുത്താലേ, നമ്മളൊരു എക്കോണമി അല്ലെ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ, ഈ സൊസൈറ്റിയിൽ ഈ പറയുന്ന പോലെ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ ഉള്ളോ? അല്ല, നമുക്കറിയാം കുട്ടികളും ഉണ്ട് അല്ലെ, ചിൽഡ്രനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആരും ഉണ്ട്, അഡൾട്ട്സും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു പോരായ്മയായിരുന്നു കേട്ടോ. അതായത് പുള്ളിക്കാരൻ ജയിലിൽ എടുത്തപ്പോൾ അവിടെ അഡൾട്ട്സ് മാത്രമേ വരുന്നുള്ളൂ, ആര് വരുന്നില്ല, പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരെ മാത്രമല്ലേ ജയിലിലിടത്തുള്ളൂ. കുട്ടികളെ ആണെന്നുണ്ടെങ്കിൽ നിർഗുണ പരിപാഠ പാഠശാലയിലായിരിക്കും വിടുന്നത്. അപ്പൊ ഇവിടെ കുട്ടികൾ എവിടെ വന്നിട്ടില്ല, ജയിലിൽ വന്നിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ ഒരു പ്രശ്നമായതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, അത് കറക്റ്റ് ആയിട്ട് ഈ പോവർട്ടി ലൈൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ ഈ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് അദ്ദേഹം കറക്റ്റ് ആയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഒരു സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 1/3 ഭാഗം, ഓക്കെ, 1/3 എന്ന് പറയുന്നത് കുട്ടികളാണെന്ന് വിചാരിച്ചോ. ഓക്കെ, കുട്ടികളാണ്. അതുപോലെ തന്നെ ഹാഫ്, ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അഡൾട്ട്സുമായിട്ട് അദ്ദേഹം എടുത്തു. ഓക്കെ, അഡൾട്ട്സുമായിട്ട് അദ്ദേഹം എടുത്തു. അപ്പം 1/3 എന്ന് പറയുന്നത് കുട്ടികളും ബാക്കിയുള്ളവരെ അഡൾട്ട്സ് ആയിട്ടും അദ്ദേഹം കണക്കാക്കി. അപ്പൊ ഇതിൽ 1/3 ആയിട്ടുള്ള ചിൽഡ്രൻ, അതായത് നമ്മൾ കഴിക്കുന്ന അത്രേ, പ്രായപൂർത്തിയായ ആൾക്കാർ കഴിക്കുന്ന അത്ര ആഹാരം കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അദ്ദേഹം എങ്ങനെ അതിനെ കണക്കാക്കിയേ? 1/3 ചിൽഡ്രൻ ഏകദേശം ഒന്നും എടുക്കുന്നില്ല എന്നുള്ള രീതിക്ക് അദ്ദേഹം മാറ്റി. അതായത് വളരെ കുറച്ച് മാത്രം ആഹാരമേ കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ബാക്കി ഈ പറയുന്ന അഡൾട്ട്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഭൂരിഭാഗം ആഹാരവും കഴിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികൾക്ക് ആഹാരം ഭയങ്കര കുറവ് മതി. അപ്പൊ അവരെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം അഡൾട്ട്സ് ആണ് കഴിക്കുന്നത് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർമുലയാണ് 1/6 നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇവിടെ? ചിൽഡ്രൻ ആണ് ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ. അതായത് കുട്ടികൾക്ക് ഏകദേശം ഭക്ഷണമൊന്നും വേണ്ട എന്നുള്ള രീതിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണ്, കുറച്ച് പ്രായം കൂടിയിട്ടുള്ള ചിൽഡ്രൻ ആണ് 1/6 വരുന്നത്. ഓൾഡ് ചിൽഡ്രൻ ആണ് കേട്ടോ, ഹാഫ് ഓൾഡ് ചിൽഡ്രൻ.
ഇനി ഫുള്ള് ആരാണ് കൂടുതൽ കഴിക്കുന്നത്? അഡൾട്ട്സ് ആണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഏകദേശം 3/4 ഫുൾ എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും. അപ്പം കുട്ടികൾ, അതുപോലെ ഓൾഡ് ചിൽഡ്രൻ അല്ലെ, ഇച്ചിരി അത്യാവശ്യം പ്രായമുള്ള മൂത്ത കുട്ടികൾ, അഡൾട്ട്സ് എന്നുള്ള രീതിക്ക് ചെല്ലുമ്പോൾ ഇവിടെ 3/4 എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, ഒരു കണക്കിലേക്ക് നമ്മൾ വരും. അപ്പൊ ഇത്രയും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു രീതിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കണക്കാക്കുന്നത്. ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പൊ അഡൾട്ട്സ് മാത്രമാണ് ജയിലിലുള്ളത്, പക്ഷേ കുട്ടികൾ പുറത്തുണ്ട്. അപ്പൊ അവരെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പുള്ളി ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ കുട്ടികൾ ഒന്നും കഴിക്കുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. അടുത്ത ഓൾഡ് ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ പകുതിയും കഴിക്കുന്നുണ്ട്, അഡൾട്ട്സ് ആണ് കൂടുതലും കഴിക്കുന്നത്. അപ്പൊ 3/4 കഴിക്കുന്നത് അഡൾട്ട്സ് ആണെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ വെയ്റ്റഡ് ആവറേജ് ഓഫ് കൺസംഷൻ ഫോർ ഓഫ് ദ 3 സെഗ്മെന്റ്സ് ഗീവ്സ് ദ ആവറേജ് പോവർട്ടി ലൈൻ അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 3/4 ഓഫ് ദ അഡൾട്ടിന്റെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ആണ് ഇവിടെ നമ്മൾ പോവർട്ടി അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് പ്രീ ഇൻഡിപെൻഡന്റിൽ നടന്നതാണ് അല്ലെ. ഏകദേശം കറക്റ്റ് പറയുവാണെങ്കിൽ 1867 കാലയളവിലാണ് നമ്മുടെ ദാദാഭായ് നവറോജി ഈ ഒരു രീതി കൊണ്ടുവരുന്നത്. അതിനുശേഷം 1947 ശേഷം നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിനു ശേഷം ഒരുപാട് ആൾക്കാർ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോവർട്ടി അളക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ദാദാഭായ് നവറോജി ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവരുന്നത് ബിഫോർ ഇൻഡിപെൻഡൻസ് ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഒരുപാട് പേര് ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് 1962 പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് കേട്ടോ, PYQ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. PYQ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ 1962 ആദ്യമായിട്ട്, അതായത് ഇൻഡിപെൻഡൻസിന് ശേഷം പ്ലാനിംഗ് കമ്മീഷൻ ഒരു പഠന ഗ്രൂപ്പ് ഒരു പഠനം നടത്തുന്നുണ്ട്. അതുപോലെ 1979 മറ്റൊരു ബോഡിയായിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഓൺ പ്രൊജക്ഷൻസ് ഓഫ് മിനിമം നീഡ്സ് ആൻഡ് ഇഫക്റ്റീവ് കൺസംഷൻ ഡിമാൻഡ് എന്ന് പറയുന്ന രീതിക്ക് മറ്റൊരു ഇത് നടത്തുന്നുണ്ട്. 1989-2005 എക്സ്പേർട്ട് ഗ്രൂപ്പും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇൻഡിപെൻഡൻസിന് ശേഷം പ്രധാനമായിട്ട് വന്നിട്ടുള്ള പോവർട്ടി അളക്കാനുള്ള അറ്റംപ്റ്റുകൾ ആരൊക്കെയാണ് നടത്തിയതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ 1962 ഒരു ഇത് കൊണ്ടുവരുന്നു. അതുപോലെ 1979 അല്ലെ 1979 നമ്മുടെ മറ്റൊരു ബോഡി ആയിട്ടുള്ള ഇത് ടാസ്ക് ഫോഴ്സ് ഓൺ പ്രൊജക്ഷൻസ് ഓഫ് മിനിമം നീഡ്സ് ആൻഡ് എഫക്റ്റീവ് കൺസംഷൻ ഡിമാൻഡ്. പിന്നെ 89 അതുപോലെ തന്നെ 2005 പല സ്കീമുകളും സംഭവങ്ങളും കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എക്സ്പേർട്ട് ഗ്രൂപ്പുകൾ. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷൻ അല്ലാതെ 1962 പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവന്ന സ്റ്റഡി ഗ്രൂപ്പ് അല്ലാതെ മറ്റു പല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്മീഷൻസും എക്കണോമിസ്റ്റുകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള രീതിയിൽ ഇത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് പോവർട്ടി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പോവർട്ടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും 2 രീതിയിലാണ് ആൾക്കാരെ തിരിക്കുന്നത്. ഓക്കെ, പോവർട്ടി നമുക്ക് കണക്കാക്കാൻ വേണ്ടി നമ്മൾ 2 രീതിയിലാണ് തിരിക്കുന്നത്. ഒന്നാമത്തത് നിങ്ങൾക്കറിയാം പൂവർ ആണ് അല്ലെ, പാവപ്പെട്ടവർ, ദരിദ്രർ പൂവർ ആണ്. രണ്ടാമത്തത് നോൺ പൂവർ ആണ്. ഓക്കെ, നോൺ പൂവറും പൂവറും ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ പോവർട്ടി ലൈൻ വെച്ചിട്ട് നമ്മൾ ആൾക്കാരെ തിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് പാവപ്പെട്ടവർ, ദരിദ്രരല്ലാത്തവർ, ആ ഒരു 2 രീതിയിലായിരിക്കും നമ്മൾ തിരിക്കുന്നത്. എന്നാൽ ഈ ദരിദ്രർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതായത് ആബ്സല്യൂട്ട്ലി പൂവർ ഉണ്ട്, വെരി പൂവർ ഉണ്ട്, പൂവർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഇതുപോലെ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പോവർട്ടി നമുക്ക് 2ആയിട്ട് പറയാം, പൂവറും നോൺ പൂവറും. ഇതിൽ ഈ പൂവറിനെ തന്നെ നമ്മൾ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി പൂവർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് വെരി പൂവർ ഉണ്ട്, പൂവർ ഉണ്ട്. ഈ ഒരു 3 രീതിയിൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ തിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നോൺ പൂവർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നോൺ പൂവർ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മിഡിൽ ക്ലാസ് വരും, അതുപോലെ തന്നെ അപ്പർ മിഡിൽ ക്ലാസ് വരും, പിന്നെ റിച്ച് വരും, വെരി റിച്ച് വരും അല്ലെ, ആബ്സല്യൂട്ട്ലി റിച്ച് വരും. അങ്ങനെ നമ്മൾ പലതായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ പോവർട്ടി അല്ലെ പൂവർ പീപ്പിളിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം, പൂവർ എന്നും നോൺ പൂവർ എന്നും. ആ പൂവറിനെ തന്നെ നമ്മൾ ആബ്സല്യൂട്ട്ലി പൂവർ, വെരി പൂവർ, പൂവർ എന്ന് പറയുന്നു. നോൺ പൂവറിനെ നമ്മൾ മിഡിൽ ക്ലാസ്, ദ അപ്പർ മിഡിൽ ക്ലാസ്, റിച്ച്, വെരി റിച്ച്, ആബ്സല്യൂട്ട്ലി റിച്ച് എന്ന് പറയുന്ന രീതിക്ക് നമ്മൾ തിരിക്കുന്നുണ്ട്. ഓക്കെ, അതിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ പറയുന്നത് പൂവർ ആയിട്ടുള്ള ആൾക്കാരാണ്. ആബ്സല്യൂട്ട്ലി പൂവർ, വെരി പൂവർ, പൂവർ. എന്നാൽ നോൺ പൂവർ എന്ന് പറയുമ്പോൾ അത്ര പൂവർ അല്ലാത്ത ആൾക്കാർ, മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, റിച്ച്, അതുപോലെ തന്നെ വെരി റിച്ച്, മില്യണേഴ്സ്, ബില്യണേഴ്സ്, അങ്ങനെയാണ് പോകുന്നത്. ബില്യണേഴ്സ് ആണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിർത്തിയിരിക്കുന്നത് കേട്ടോ, ബില്യണേഴ്സ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ പോവർട്ടി ലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക.
അതുപോലെ തന്നെ ഈ കാര്യങ്ങളും, അതായത് നമ്മുടെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്. പിന്നെ ഈ പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻസിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു രീതികൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് പോവർട്ടി ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. അപ്പൊ പോവർട്ടി നമ്മൾ പ്രധാനമായിട്ടും പല രീതികളിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് പുവർ. ഓക്കെ, അതായത് ക്രോണിക് പുവർ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ആദ്യം പറയുന്നത്, ക്രോണിക് പുവർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പോവർട്ടി ലൈൻ ആണെന്നുണ്ടെങ്കിലേ, ഇതാണ് നമ്മൾ പോവർട്ടി ലൈൻ ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പോവർട്ടി ലൈനാണ്. ഈ പോവർട്ടി ലൈനിന്റെ ബേസിസിൽ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പാവത്തുങ്ങളായിരിക്കും, എപ്പോഴും പാവത്തുങ്ങളായിരിക്കും. പക്ഷെ ഇപ്പൊ കാഷ്വൽ വർക്കേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അവർക്ക് പൈസ വരും അല്ലെ, പക്ഷെ അവർ മിക്കവാറും എന്തായിരിക്കും, പാവത്തുങ്ങളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോണിക് പുവർ. ക്രോണിക് പുവർ, അവരെപ്പോഴും ഈ പോവർട്ടി ലൈനിന് താഴെ ആയിരിക്കും നിൽക്കുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ക്രോണിക് പുവർ എന്നാണ്, ക്രോണിക് പുവർ. ഓക്കെ, ഇനി അടുത്ത ആൾക്കാരാണ് ചേണിങ് പുവർ. ചേണിങ് പുവർ അതായത് ഈ സ്മോൾ ഫാമേഴ്സ്, അതുപോലെ തന്നെ സീസണൽ വർക്കേഴ്സിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചേണിങ് പുവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഈ പറയുന്ന പോവർട്ടി ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇടയ്ക്ക് മോളിൽ കയറും, ഇടയ്ക്ക് താഴെ വരും, ഇടയ്ക്ക് മോളിൽ കയറും, അങ്ങനെ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ ചേണിങ് പുവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണയായിട്ട് അവരെന്തായിരിക്കും, റിച്ച്, ഈ പറയുന്ന പോലെ എന്താണ്, ഇങ്ങനെ മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് പോവർട്ടി ലൈൻ. ആ ഒരു പോവർട്ടിയിൽ കയറും, പോവർട്ടിയിൽ നിന്ന് ഇറങ്ങും, പോവർട്ടിയിൽ നിന്ന് കയറും, പോവർട്ടിയിൽ നിന്ന് ഇറങ്ങും, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ചേണിങ് പുവർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസിയൻ പുവർ ഉണ്ട്. ട്രാൻസിയൻ പുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒക്കേഷണലി പുവർ ആയിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്നത് പോലെ ഇവർ സാധാരണയായിട്ട് റിച്ച് ആയിരിക്കും, പക്ഷേ ചില സമയം എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വന്ന് ഇവരങ്ങ് പുവറായിട്ട് മാറും. അതായത് ഇത് നമ്മുടെ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിലേ, ഈ പുവറായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ലൈക്ക് എന്തെങ്കിലും അവർക്കൊരു നഷ്ടം വരികയാണല്ലോ, ഒരു കടം വരുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അങ്ങ് പുവറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ട്രാൻസിയൻ പുവർ എന്ന് പറയുന്നത്, ട്രാൻസിയൻ പുവർ. ഓക്കെ, പിന്നെ അടുത്ത ആൾക്കാരാണ് നെവർ പുവർ, അതായത് ഒരിക്കലും പുവർ അല്ലാത്ത ആൾക്കാർ, നോൺ പുവർ എന്ന് പറയുന്ന ആ ഒരു വർഗം. അതായത് എപ്പോഴും അവരെന്തായിരിക്കും, ഈ പറയുന്ന നമ്മുടെ പോവർട്ടി ലൈനിന് മുകളിലായിരിക്കും. ഓക്കെ, പോവർട്ടി ലൈനിന് മുകളിൽ എപ്പോഴും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ പുവർ അല്ലെങ്കിൽ നെവർ പുവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറൈസ് പോവർട്ടി നമുക്ക് പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പം എപ്പോഴും താഴെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ക്രോണിക് പുവർ എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്ന ആൾക്കാരെ നമ്മൾ ചേണിങ് പുവർ എന്ന് പറയും. ഇനി ഇടയ്ക്ക് പോവർട്ടി ലൈനിന്റെ മുകളിലാണ് ഇവർ നോർമലി, പക്ഷെ ചിലപ്പോൾ ഇങ്ങ് താഴെ വരും, അവരെ നമ്മൾ ട്രാൻസിയൻ പുവർ എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴും ഈ പറയുന്ന പോവർട്ടി ലൈന് മുകളിൽ ഇരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ നെവർ പുവർ, അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ഒരിക്കലും പുവർ അല്ലാത്ത ആൾക്കാരെന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് ഒന്നുകൂടെ പറയാം. സോ ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആ ഇൻട്രൊഡക്ഷന് ശേഷം നമ്മൾ ആരാണ് പുവർ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാക്കി. അതുപോലെ തന്നെ എങ്ങനെയാണ് പുവർ പീപ്പിളിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. ദാദാഭായ് നവറോജിയുടെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒന്നും മറന്നു പോകരുത്. അതുപോലെ പ്രധാനപ്പെട്ട ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പോവർട്ടി ലൈൻ എന്താണെന്ന് പറഞ്ഞു. പോവർട്ടി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PYQ ആണ്, ചോദിക്കാം, ഇനിയും ചോദിക്കും, നോക്കി വെച്ചേക്കണം. അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പോവർട്ടി ലൈൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.